ഹലോ അസ്സലാമു അലൈക്കും. ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മഞ്ചേരി വീട്ടിൽ വിരുന്ന് പോയപ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ. പക്ഷേ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ എഡിറ്റ് ചെയ്തപ്പോൾ ചെറിയൊരു കംപ്ലൈൻറ്റും വന്നു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്തപ്പോൾ പിന്നെ അത് മാറ്റാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. എന്ത് സംഭവിച്ചാൽ എഡിറ്റ് ചെയ്തപ്പോൾ സംസാരം ഞാനൊന്ന് സ്പീഡാക്കിയിരുന്നു. അത് കുറച്ച് ഓവർ സ്പീഡായി പോയോ എന്നൊരു ഡൗട്ട്. അപ്പോൾ പിന്നെ പോസ്റ്റ് ചെയ്യാനൊരു മടി. എന്തായാലും ഞാൻ ഇനിയിപ്പോൾ അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞാനത് പോസ്റ്റ് ചെയ്യാൻ കേട്ടോ. കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇതെൻ്റെ വീടാണ് മഞ്ചേരി കേട്ടോ. മഞ്ചേരിയിൽ വേട്ടേക്കോട് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ കുറേ വീഡിയോസൊക്കെ ഇതിൽ ഇട്ടിട്ടുണ്ട്, ഈ ഒരു പ്രകൃതി ഭംഗി. അപ്പോൾ ഓരോ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ കുറച്ച് സംസാരം കുറച്ച് സ്പീഡ് കൂടിപ്പോയി. അതിപ്പോൾ എഡിറ്റ് ചെയ്ത് കുറക്കാനും പറ്റുന്നില്ല. എന്തായാലും നമ്മൾ തുടക്കമല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കംപ്ലൈൻ്റൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. അപ്പോൾ ഞാൻ അതുപോലെയൊക്കെ പിന്നെ ചെയ്തോളാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഹലോ അസ്സലാമു അലൈക്കും. അങ്ങനെ ഞങ്ങൾ മഞ്ചേരി വേട്ടേക്കോട് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇന്ന് 4 മണിക്ക് ശേഷം ഒന്ന് പുറത്തിറങ്ങി കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തെന്നറിയില്ല, നല്ല മഴയായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും മഴയായിരുന്നു കേട്ടോ. ലാമിനോട് 4 മണിക്ക് ശേഷം പുറത്തിറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നല്ല സന്തോഷത്തിലായിരുന്നു. പക്ഷേ മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റിയില്ല. എന്താണെന്നറിയില്ല, ഈ ഇടയായിട്ട് ഞാൻ എവിടെ ചെന്നാലും അവിടെ മഴയാണ് കേട്ടോ. പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും മഴയാണ്. എൻ്റെ ഐശ്വര്യം കൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ. എന്തായാലും മഴയൊക്കെ തോർന്ന് നല്ല സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം കേട്ടോ. അപ്പോൾ ലാമിനെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ അല്ലെങ്കിലും ഒരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലം കേട്ടോ. എന്താ പറയുക, പ്രകൃതി രമണീയമായ സ്ഥലമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സമയം ഇതിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. ലാമി സന്തോഷത്തോട് കൂടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ജ്യേഷ്ഠത്തി അനിയത്തി എന്തോ തല്ലുപിടിച്ചിട്ട് എന്തോ ഒരു സോറി പറച്ചിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് ആടുകളെ കണ്ടപ്പോൾ അതാ വരുന്നു, മാനെന്ന് പറഞ്ഞു, പിന്നെ പശു എന്ന് പറഞ്ഞു, അങ്ങനെ പല ഐറ്റംസ് പേരുകൾ ലാമി പറഞ്ഞു. അവസാനമാണ് ആടായത്. സംഭവം നമ്മളവിടെ ആടുകളെ അധികം കണ്ടിട്ടില്ല ഗൈസ്. കടയിൽ പോവാൻ എടുക്കാണ്. അങ്ങനെ മഴ പെയ്ത് വാനം തെളിഞ്ഞ നേരം ഞങ്ങൾ സമാധാനപരമായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഉമ്മ അടുക്കളയിൽ 1-2 സാധനങ്ങളില്ലാന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഉമ്മ ഒരാളോട് പോകാൻ പറഞ്ഞപ്പോൾ ആ ആൾക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല. ഈ 2 സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലേക്ക് ഞങ്ങൾ ഒരു ഡസൻ ആൾക്കാർ അങ്ങോട്ട് പുറപ്പെട്ടു കേട്ടോ. ഞങ്ങളുടെ തൊട്ടടുത്ത കടയിൽ പോവാണ്. കോഴിക്കൂട്, ഇങ്ങനത്തെ കോഴിക്കൂടും ഉണ്ടോ? മഴ പെയ്ത് ആകെ ഞങ്ങൾ റോഡൊക്കെ കേടയിക്കണം കേട്ടോ. ഞങ്ങൾ കടയിൽ പോവാണ്. ലാമിയെ പറഞ്ഞു കൊടുക്ക്, ഞങ്ങൾ കടയിൽ പോവാണെന്നൊക്കെ പറയും. ഇവിടെ ആകെ കാടാണ് കേട്ടോ. ലാമി വാങ്ങി ഇതെവിടെയാണ് അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങളിതിലിങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു. ഇപ്പോൾ പോവാറില്ല, പോറി. ഇതിലിറങ്ങിപ്പോലെ വഴിയൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ വേറെ ദിവസം വീഡിയോ കാണിക്കൂട്ടോ. പറഞ്ഞോടുത്താ ലാമിയെ. ഒരു വെള്ളമുണ്ടോ ഇവിടെ? അല്ലേ വെള്ളം കുറച്ചും കൂടി അപ്പുറത്ത് വെള്ളമുണ്ട് കേട്ടോ. ചാടണം കേട്ടോ. അവിടെ അതിലും ലാമി അങ്ങോട്ടോക്കാം. ഇവിടെതാ വിമാനം പോണ്ട്. ഹായ്, ഞങ്ങളുടെ നാട്ടിൽ വിമാനം. ഞങ്ങൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ 4 ആൾ പോണത്. കാരണം ഇതിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് പോകാൻ കുറച്ച് ദൂരം നടക്കാനുള്ളതുകൊണ്ട് പേടിയാണ്. അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പോകും കേട്ടോ. അത്യാവശ്യം ഉണ്ടെങ്കിൽ പോകും, പക്ഷേ അത്യാവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആടിപ്പാടി 4 ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് പോണത് കേട്ടോ. പോകേണ്ടത് ആ വഴിക്ക് കൂടെയാണ്. പക്ഷേ ഞങ്ങൾ വഴി നോക്കിക്കാണ്ട് ഞങ്ങൾ പോണത് ഇതിലെയാണ്. ഇവളാ കന്തം മുട്ടുന്നത്. ഞങ്ങൾ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്.
അത് നല്ല രസമായിട്ടോ കാണാൻ, അടിപൊളിയാണ്. കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ. ഇവിടെ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു, അത് കാണാനില്ല. കാണില്ല. ഈ പാറന്റെ അപ്പുറം വെള്ളം ഉണ്ട് കേട്ടോ. അത് നല്ല വീതി. ആ അല്ല, ഇത് വലിയ വെള്ളമുള്ള ഏരിയയാണ്. പക്ഷേ ഇവിടെ നോക്കിയാൽ കുറച്ചേ കാണുള്ളൂ. നമുക്ക് നാളെ അവിടെ നിന്ന് പോകണ്ടോ? കയറ്റം കയറി ക്ഷീണിച്ച് കിതച്ച് ഒരു കാറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഭാഗം ഞങ്ങൾ മ്യൂട്ട് ചെയ്ത് വെച്ചത് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ. കാരണം ഒന്നാമത് മഴയൊക്കെ പെയ്ത് നല്ലൊരു തെളിഞ്ഞ സമയം, കാണാൻ നല്ല ഭംഗി, അടിപൊളിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരൊന്നും ഭംഗിയില്ലെങ്കിൽ നമ്മുടെ ഈ സ്ഥലം നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്തായാലും ലാമി ആദ്യമായിട്ട് അങ്ങനത്തെ റോഡ് കൂടെ കിടക്കുന്നത്, ഇടിഞ്ഞു പൊളിഞ്ഞ റോഡ്. ഇവിടെ ഒരു പുഴയുണ്ട്, അതാണത്. ഇവിടെ നല്ലൊരു പുഴയുണ്ട്. നമുക്ക് വേണ്ട സാധനമൊക്കെ കുട്ടീനെ തന്നെ. ആ നടന്നോ. ഞങ്ങൾ കേൾക്കത്തിനെ കുറേ ദൂരം നടന്നു പോന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ദൃഷ്ടിയിലൊരു സംഭവം പെട്ടത്. ഒരു ഡോഗ് ഒരു മതിലുകാരോ കയറ്റി നിർത്തിയ പോലെ നിൽക്കുന്നുണ്ട്. എങ്ങനെ കയറി പറ്റിയെന്ന് അറിയില്ല. പിന്നെ അധിക നേരം അതിൻ്റെ ഗവേഷണം നടത്താനുള്ള ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സൂം ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് സായുജ്യം അടഞ്ഞു സുഹൃത്തുക്കളെ. അപ്പോൾ ഇതാണ് കേട്ടോ വേട്ടേക്കോട് UP സ്കൂള്, ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ കുറേ നേരം വായി നോക്കിയൊക്കെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ പോയത്. അങ്ങനെ അവരങ്ങോട്ട് താഴോട്ട് മെഡിക്കൽ സ്റ്റോറിൽ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. മരുന്നൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഒരു കടയിൽ പലചരക്ക് വാങ്ങാൻ ഇവിടെയും കയറിയിട്ടോ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയാണ്ട് ഞാനിങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ലാമിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു 1.5 കിലോ തൂങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ പ്രശ്നം ഗുരുതരമാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവർ ഗുളിക വാങ്ങാൻ ചെന്ന് പെട്ടത് ഒരു ടോയ്സ് കടയുടെ മുന്നിലായിരുന്നു. അപ്പോൾ അവളെ കയ്യിലുള്ള ഒരുപാട് ടോയ്സിൻ്റെ അതേ സെയിം ഐറ്റം തന്നെ അവൾ കണ്ട് ഇഷ്ടപ്പെട്ടു, അത് വേണമെന്ന് പറഞ്ഞ് കച്ചറുണ്ടാക്കി. അപ്പോൾ വീട്ടിലത് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളൊരുവിധം പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. അങ്ങനെ ആകെ അടിച്ച് പിരിയേണ്ട ഒരു അവസ്ഥ എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി ആ ടോയ്സ് വാങ്ങിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാണിച്ചു കൊടുക്ക്, പറയ് കടയിൽ പോയി പ്രശ്നം ഉണ്ടാക്കി പറയും. മിക്സി കാണാൻ നല്ല ഭംഗിയുണ്ട്, അടിപൊളിയാണ്, സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് വല്യമ്മ അവിടെ വന്നിരുന്നിട്ട് ഫുള്ള് ഇതിപ്പം പേരക്കുട്ടിക്ക് കൊടുക്കണോ അതോ വല്യമ്മക്ക് കൊടുക്കണോ എന്നുള്ള കൺഫ്യൂഷനായി പോയിട്ടോ. കാരണം എല്ലാവരും എടുത്തു നോക്കാണ് എന്തത്. പിന്നെ ആകെ വിലക്കരി അടിപൊളി, അത്ര വിലക്കുള്ള സാധനമല്ല, ഭയങ്കര കംപ്ലൈൻറ്റും അഭിപ്രായങ്ങളും നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഞങ്ങൾ വേട്ടേക്കോട് കൂടി കൊടുക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ കേട്ടോ. നടച്ചാ മാമിയെ മരുവാൻ കൊടുത്ത സമയം ശരിയല്ല. നീ നിസ്കരിച്ചിട്ട് എല്ലാവരും പിന്നെ ഇത്രയും സാധനം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അസ്സലാമു അലൈക്കും. ഇമ്മാക്ക് നല്ല പറ്റിക്കണ് ഗൈസ്. ഇത് എല്ലാത്തിനും ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ടോണ്ടല്ലേ ചെറുത്.